2018 കേന്ദ്ര ബജറ്റിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് PMJAY അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. സമൂഹത്തിലെ സാമ്പത്തികമായി ദുർബലരായ വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നൊരു പദ്ധതിയാണ്. ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. 2018 സെപ്റ്റംബർ 23 പ്രധാനമന്ത്രിയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏകദേശം 50 കോടി പൗരന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ് PMJAY. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ PMJAY ആയുഷ്മാൻ ഭാരത് യോജന എന്നും അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന ആരോഗ്യ ഇൻഷുറൻസ് സംരംഭമായ ആയുഷ്മാൻ ഭാരത് യോജന ഇത് ഇന്ത്യയിലെ 12 കോടിയിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഉറപ്പ് പദ്ധതി കൂടിയാണ് ആയുഷ്മാൻ ഭാരത്. ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ധനസഹായം നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു ഇൻഷുറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രി ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക പരിരക്ഷ നൽകുന്നത്. എല്ലാ എംപാനൽ ചെയ്ത പൊതു സ്വകാര്യ ആശുപത്രികളുടെ ഇന്ത്യയിലെ എംപാനൽ ചെയ്തിട്ടുള്ള ഏതൊരു പൊതു സ്വകാര്യ ആശുപത്രിയിലും പണരഹിതമായ ഈ ചികിത്സയ്ക്ക് ഈ ഇൻഷുറൻസ് കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിപ്പോൾ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇതൊരു 2013-14 ആ കാലഘട്ടങ്ങളിൽ ഇൻഷുറൻസ് കുറച്ച് വർഷം മുമ്പ് ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് കാർഡ് എല്ലാവർക്കും എടുക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. കുറേ പേർക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കാർഡ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാനും പറ്റിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ രണ്ടാമത് സ്കീം വന്നപ്പോൾ അത് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയും എന്നാൽ അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നടന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രം ഈ ഒരു കാർഡ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അവർ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ഒന്നും ആവാൻ പാടില്ല. കാരണം അവർക്ക് മറ്റ് മെഡിസിപ്പ് പോലുള്ള ആനുകൂല്യങ്ങളുള്ളത് കൊണ്ട് അല്ലാത്ത ആളുകൾക്ക് ഇതിന് മുമ്പുണ്ടായിരുന്ന ആയുഷ്മാൻ ഭാരത് കാർഡ് എടുത്തിട്ടില്ലാത്തവർക്ക് മാത്രമാണ് ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കുറച്ച് സാങ്കേതികമായ തകരാറുകളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ആയുഷ്മാൻ ഭാരതിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിലവിൽ അതും പരിഹരിക്കപ്പെടുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഹോസ്പിറ്റലുകളിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് റിലീസാവാത്തത് കൊണ്ട് തന്നെ കാർഡ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 24 മണിക്കൂറിന് ശേഷം നമുക്ക് കാർഡ് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായ അച്ഛനമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് ഹെൽത്ത് കാർഡുകളൊന്നും ഇല്ലെങ്കിൽ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവരിതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്നറിയാനായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓപ്ഷൻ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാം. ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്കും OTP വരും. അതുപോലെ തന്നെ ആധാറിലേക്ക് OTP വരും. കുറച്ച് നാൾ മുമ്പ് വരെ ആധാർ OTP വരുന്നുണ്ടായിരുന്നില്ല. അതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാഴ്ചയായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മളതെടുത്ത് കൊടുക്കണ്ട എന്നുള്ളത് തന്നെയാണ്. ഹോസ്പിറ്റലുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അറിയിപ്പുള്ളത്. എന്നാൽ കാർഡ് എടുത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം പോർട്ടൽ എപ്പോഴാണ് പോവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രായമായ ആളുകൾ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. ആധാറും മൊബൈൽ നമ്പർ OTPയും കൊടുത്ത് നമ്മളത് ലോഗിൻ ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫാമിലിയെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വൈഫ് അതുപോലെ തന്നെ മക്കളെയും കൂടെ ചേർക്കാൻ പറ്റുന്നുണ്ട്. അത് ചെയ്തതിന് ശേഷം നമ്മൾ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു.
ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ 2-3 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാം, അത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതിനുശേഷം അത് ഹോസ്പിറ്റലുകളിൽ എന്നത്തേക്ക് ആനുകൂല്യം ആകുമെന്നുള്ളത് നമുക്കിതുവരെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കിപ്പോൾ ആക്റ്റീവ് ആകുവാണെങ്കിൽ അറിയാൻ പറ്റും. കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഫണ്ട് റിലീസാവാത്ത ഇഷ്യൂ കൊണ്ടാണ് ഇപ്പോൾ ഉപയോഗിക്കാത്തത്. നമുക്ക് മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രികളിലൊക്കെ ഇപ്പോൾ കാർഡ് ഉപയോഗിക്കാൻ പറ്റും. നിലവിൽ ഇപ്പോഴല്ല, അതിൻ്റെ ഒരു കാരണം എല്ലാം വന്നതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ അതെല്ലാം അറിയിക്കാം നിങ്ങളെ. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് രജിസ്ട്രേഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ട് അത് ചെയ്യാൻ പറ്റി. അവർക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാർഡ് എടുത്ത് സൂക്ഷിക്കുക. കൂടുതൽ ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി, 0477 40699931 എന്നാണ്. പിന്നെ ഈ ഒരു പദ്ധതിക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിന് ശേഷം വൈദ്യപരിശോധന ഉണ്ടാവും, അതിൻ്റെ തുടർ ചികിത്സ, കൺസൾട്ടേഷൻ ഇതെല്ലാം ഉണ്ടാവും. പിന്നെ മരുന്നുകളും ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ ഉപഭോഗ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം. പിന്നെ രോഗനിർണയത്തിനും ലബോറട്ടറിയുടെ പഠനങ്ങൾക്കും പിന്നെ അവിടെ താമസിക്കുന്നതിനുള്ള ആനുകൂല്യങ്ങൾ, ഭക്ഷണത്തിനുള്ള